സാരമില്ല, കൈയൊന്നും എടുക്കട്ടെ, കൈ മരവിക്കും. വേണ്ട, പേടിക്കണ്ട ക്ലീറ്റോ, ഞങ്ങൾ എല്ലാവരും ഇല്ലേ. നേരെ ഇരടാ ഇങ്ങോട്ട്. നിങ്ങൾക്ക് പട്ടുണ്ടോ? എന്തിനാ ബോഡി ഗാർഡായിട്ട് കൂടെ നടക്കുന്ന കാര്യം എന്താണ്? എന്തുവാണ് ഏട്ടാ, ഏട്ടൻ ഞങ്ങളോട് തട്ടിക്കയറാതെ ഇതിനൊരു സമാധാനം കാണാൻ നോക്ക്. എന്ത് സമാധാനം കാണാൻ? പിന്നെ ഓരോ ചെയ്ത് നോക്കിയപ്പോൾ ആലോചിക്കണായിരുന്നു. ചുമ്മാ കനക, ഇനി നമുക്ക് കൂടുതലൊന്നും ആലോചിക്കണ്ട. പോലീസുകാരന്റെ കുടുംബത്തോട് കളിച്ച എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആ കീരിനെ അണനീനെ ഇന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ തന്നെ നീ പോയി അമ്മരെ അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ട് അങ്ങ് കൊണ്ടുവന്നിടുക. അത് തന്നെ. ആഹാ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ മതിയാവും. ആ അത് മതി. ഇപ്പൊ ജയിൽ അടഞ്ഞു കിടക്കാണ്. ഈ അണലിയുടെയും ചേരയുടെ ഒക്കെ പേരിന് ധാരാളം കേസുകളോടെ കിടപ്പുണ്ട്. ഇപ്പൊ നമ്മളൊരു കേസോടെ കൊണ്ടെടുത്തോണ്ടല്ലേ അവനൊരു പൊന്തൂലാവും. അങ്ങനെയല്ല, കേസ് അങ്ങനെ കൊടുക്കണ്ട. വേണ്ട, അത് കൊടുത്ത അവൻ എന്നോടുള്ള ദേഷ്യം കൂടും. എന്തായാലും ഇപ്പൊ ദേഷ്യമില്ലേ? ഉണ്ട്, പക്ഷെ എന്നാലും അല്ല, ദേഷ്യം കൂടും. ശരിയാ, നിന്റെ ഭാഗത്താണ് പൂർണ്ണമായും തെറ്റ്. നീ ഒരു കാര്യം ആലോചിക്കുകയാണ്. നമ്മുടെ മുത്തിന്റെ കല്യാണ തലേന്ന് ഏതെങ്കിലും ഒരു തെണ്ടിക്ക് ഏതെങ്കിലും ഒരുത്ത വന്നിട്ട് കൈ പിടിച്ചു കൊടുത്താല് അവൻ നമ്മൾ വെറുതെ വിടുവോ? കൊല്ലൂല്ലേ നമ്മള്? ശവത്തെ കുത്തല്ലേ, എനിക്ക് മരിക്കാൻ പേടിയാണ്. എന്നെ രക്ഷിക്കണം എല്ലാരും കൂടെ. അങ്ങനെയൊന്നും സംഭവിക്കൂല, അവനിവിടെ ഉണ്ടല്ലോ. നീ ഇങ്ങനെയാണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇല്ലടാ. അത് തന്നെ. നാളെ രാവിലെ സ്റ്റേഷനിൽ പോകുമ്പോൾ നീ എന്നോട് വരണം. നമുക്ക് പോയിട്ട് SI കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. അതിനുശേഷം നീ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കണം. ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം. നാളെ? ആ, അപ്പൊ ഉച്ച വരെ നിനക്ക് ഇരിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നീ റൊണാൾഡോനെ കൂട്ടിക്കോ. പക്ഷേ ഇന്നലെ രാത്രിയല്ലേ അവന്മാര് റീത്ത് കൊണ്ട് വെച്ചത്. ഇന്ന് രാത്രി അവര് വരൂലേ? അപ്പൊ എന്റെ അവസ്ഥ. എന്നാ പിന്നെ നമുക്കിന്ന് നാളത്തേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ അങ്ങ് പോകാം. നമുക്കും ഡാഡിയുടെ കൂടെ അങ്ങ് പോകാം. എല്ലാവർക്കും കൂടെ ഒരു കാര്യം ചെയ്യാൻ ഞാനും അമ്മയും കൂടെ അങ്ങ് വരാം. അതാ നല്ലത്. എന്റെ കുട്ടികൾ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. എന്റെ അളിയ അമ്മ ഇങ്ങോട്ട് വരാനുണ്ട്. മാത്രമല്ല ഇന്ന് രാത്രി ഞാനിവിടെ ഇല്ലേ? നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണതിന്? നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. എന്തോ നീ എന്നാ തങ്കത്തിന്റെ അടുത്ത് പോയി കിടന്നോ, ഞാൻ എന്റെ ഇവിടെ കിടക്കാം. ഇവിടെ ഇരിയടാ. ഇങ്ങനെ പേടിക്കല്ലേ, ഞങ്ങൾ എല്ലാരും ഇല്ലേ? കീരിയല്ല അണലിയായാലും നമ്മൾ നോക്കൂലേ? നമ്മൾ നാളെ സ്റ്റേഷനിൽ പോകൂലേ? ഒപ്പിച്ച് വെക്കുക, എന്നിട്ട് കിടന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി. അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കാണുമ്പോ അങ്ങനെ ചാടും. ഡാഡി, നിങ്ങൾ ഇനി ഇവിടെ പറയാൻ പോയിക്കോ. അപ്പൊ എന്നാ നാളെ പോവാം. സമയത്രേടാ? ഘടികാരമല്ലേ കയ്യെ കണക്കുന്നത്? അയ്യോ, 12:30 മണിയാടാ. രാത്രി ഉറക്കൊഴിച്ച് ശീലമില്ല, അതുകൊണ്ടാ പോയി കിടന്നു. ഞങ്ങൾ ഞാൻ ഉറക്കൊഴിച്ചത്ര ഇയ്യൊക്കെ ഉറക്കൊഴിച്ചാ മതി. കുട്ടിക്കാലത്തിടാ പ്രേമനസീറിന്റെ പൊന്നാപുരം കോട്ട സിനിമ മണ്ടിപ്പെണ്ണെ സെക്കൻഡ് ഷോ കാണാൻ പോയി ഞാൻ. സൈക്കിളിലാ പോണിട്ടാ. പടം കഴിഞ്ഞിട്ട് രാത്രി ഒരു 12:30 മണിക്ക് ഞാൻ അങ്ങനെ വരിക. ഡൈനാമില്ല, ലൈറ്റില്ല. രാത്രി ഇങ്ങനെ സൈക്കിളിൽ വരുമ്പോ പോലീസാ തടുത്തു. ലൈറ്റ് ഇല്ലാണ്ട് രാത്രി സൈക്കിൾ ഓടിക്കാൻ പറഞ്ഞിട്ട് പോലീസ് കാറ്റാ ഉരിയിട്ട്. ആ കാറ്റൂരിട്ടോർത്ത് പിന്നെ 3 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. എന്തോ ഇത് പിന്നെ സൈക്കിള് ഞാൻ രാത്രി ഒറ്റയ്ക്ക് തള്ളി ഇങ്ങനെ വരിക. 3:30 മണിയായി വീടെത്തിയപ്പോ അറിയോ? സൈക്കിളങ്ങ് വിറ്റ് തള്ളലിപ്പോഴും ഒരു കുറവില്ല.